ചെറിയ കഷ്ണങ്ങളായിട്ടത് മുറിച്ച് വെക്കുക. ഞാനിപ്പോൾ ഈ ഒരെണ്ണം എടുക്കുകയാണ്. നമ്മൾ ആവശ്യത്തിന് എടുക്കാമെന്ന് കേട്ടോ. ഇപ്പം അംഗസംഖ്യ കുറവുള്ളിടത്ത് അതനുസരിച്ചൊക്കെ എടുത്താൽ മതി. പൈനാപ്പിൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പോലെ തന്നെ നമുക്ക് ഈ മത്തങ്ങ ഇവിടെ അരിഞ്ഞെടുക്കണം. ഇത് കഴുകിയെടുക്കട്ടെ. ആദ്യമേ മത്തങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് കുറച്ച് പൈനാപ്പിൾ നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റിയാണ് ബാക്കി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒരു 4 അല്ലി വെളുത്തുള്ളി, എരിവിന് ആവശ്യമുള്ള ഒരു 3-4 പച്ചമുളക്, ഒരല്പം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം കൂടെ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് അടുപ്പൊന്ന് കത്തിക്കാം. ഇവിടെ ഇരിക്കട്ടെ. ഇതൊന്ന് അടച്ചു കൊടുക്കുക. നേരത്തെ മാറ്റി വെച്ചിരുന്ന ആ പൈനാപ്പിൾ ചെറിയ ജാറിനകത്തിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇത് നല്ലപോലെ പേസ്റ്റാക്കി നിറച്ചെടുത്തിട്ട് വരട്ടെ. അത്യാവശ്യം ഒന്ന് വെന്തിട്ടുണ്ട്. ഈ അരച്ച് വെച്ചിരിക്കുന്ന ഈ പൈനാപ്പിൾ കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കും. തേങ്ങ ഒന്നും ചേർക്കാത്ത രീതിയിലുള്ള ഒരു കറിയാണ്. ഞാൻ ഒരു 1/2 ടീസ്പൂണ് ശർക്കരപ്പൊടി, 1/2 ടീസ്പൂൺ ഇട്ടാൽ മതി. കാര്യം പൈനാപ്പിൾ മധുരമുള്ളതല്ലേ. നല്ല ജീരകം പൊടിച്ചത് ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കും. ഇത് നമുക്ക് അടുപ്പങ്ങ് നിർത്താം. നമുക്ക് കുറച്ച് തൈരുടെ ആവശ്യമുണ്ട്. ഒരല്പം പുളിയുള്ള തൈര് വേണം. ഇനി ഇതൊന്ന് അടച്ചു വെക്കുകയാണ്. നമുക്കൊരല്പം കടുകൂടെ പൊട്ടിച്ച് ഒഴിക്കാം. ചീനച്ചട്ടി വെച്ച് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. 2-3 വറ്റൽ മുളകും അങ്ങോട്ട് ഇച്ചിരി കറിവേപ്പില, ഒരു 5-6 മുന്തിരിങ്ങയുടെ അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുക. നല്ലൊരു മധുരക്കറിയാണ്. ഇതിങ്ങനെ കാണാവുള്ളൂ. കാര്യം മധുരമാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് നിൽക്കുന്നത്. ഇതൊരു തൊടുകറി പോലെ കഴിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കും അത് മധുരം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടും.